പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോട്ടി ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. മോൾക്ക് പോട്ടി ട്രെയിനിങ് എങ്ങനെയാണ് കൊടുത്തത്. അവൾ പെട്ടെന്ന് തന്നെ അതിനോട് അഡ്ജസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഡിലേ ആയിട്ടാണ് ചെയ്തത്, പക്ഷേ അവൾ അതിനോട് അഡ്ജസ്റ്റ് ആയി. അവൾ അതിനൊരു റെഡി ആയ സമയത്തായിരുന്നു കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൾ അതിലോട്ട് അഡാപ്റ്റ് ആയിരുന്നു, മോനേക്കാളും എളുപ്പത്തിൽ. കാരണം ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു, കുഞ്ഞ് പോട്ടിയിൽ ഇരുന്നിട്ടാണ് അപ്പിയിടുന്നത്, അപ്പം എല്ലാവരും കളിയാക്കുന്നു, ഇനി ഇതുവരെ ബാത്റൂമിലോട്ട് മാറ്റാത്തത് എന്താണ്, ബാത്റൂം യൂസ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കളിയാക്കുന്നതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടി എവിടെ ഇരുന്ന് അപ്പിയിടണം, അതൊക്കെ നമ്മളല്ലേ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വറി ചെയ്യേണ്ട. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ കുഞ്ഞുങ്ങളെ ബാത്റൂമിലോട്ട് ഇരുത്തി അവർക്ക് പേടിയില്ലാത്ത രീതിയിൽ, കുഞ്ഞുങ്ങൾക്ക് മിക്കവർക്കും ബാത്റൂം യൂസ് ചെയ്യാനുള്ള ഒരു മടി വരുന്നത് അവർക്ക് പേടിയായതുകൊണ്ടാണ്. അതിലിരിക്കുമ്പോൾ അതിനകത്തേക്ക് വീണു പോകുമോ എന്നുള്ളൊരു പേടി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. അപ്പം നമുക്ക്, ഞാൻ മുന്നേ മോൻ ആയിരുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണിത്, എങ്കിലും ഞാൻ ആ സംഭവം കാണിച്ചു തരാം. നമ്മുടെ ടോയ്ലറ്റ് സീറ്റ് കവർ പോലത്തെ കിട്ടും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അത് മിക്കവർക്കും അറിയായിരിക്കും, അറിയില്ലാത്തവരായിരിക്കുമല്ലോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കാം. അത് നമുക്ക് ഈസി ആയിട്ട് കുഞ്ഞുങ്ങളെ ബാത്റൂമിൽ ഇരുത്താം. കാരണം നമ്മുടെ ആ വലിയ ടോയ്ലറ്റ് സീറ്റിൻ്റെ മുകളിൽ കുട്ടികളുടെ സീറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിയുമ്പോൾ കുഷീനായിട്ടുള്ളതാണ്. അവർക്ക് ഇരിക്കാനും എളുപ്പമാണ്, വീണ് പോകുമെന്നുള്ള പേടി ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ, ഒരാൾ വീഡിയോ കാണിച്ചാൽ വന്നിട്ടുണ്ട്. ഇതെന്നെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആ ഒരു കുട്ടികളുടെ ടോയ്ലറ്റ് സീറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവരെ അതിലോട്ട് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ മോളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ പോട്ടി ട്രെയിനിങ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലവ്ലാപ്പിൻ്റെ ഒരു 2-in-1, അതായത് നമുക്ക് ഇവിടെ താഴെ നമ്മൾ നേരത്തെ ഇരുത്തി തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് റൂമിലൊക്കെ ഇരുത്തി തന്നെ യൂസ് ചെയ്യാവുന്ന ടൈപ്പും, അത് കഴിഞ്ഞ് അവരെ നമുക്ക് ടോയ്ലറ്റിലോട്ട് മാറ്റാൻ സമയത്ത് ആ മുകളിലത്തെ സീറ്റ് കവർ മാത്രം നമുക്കെടുത്ത് ടോയ്ലറ്റിലോട്ട് വയ്ക്കാം. അപ്പം ക്ലോസറ്റിൻ്റെ കറക്റ്റിലിരിക്കുന്ന രീതിയിലാണ്. വലിയ ഒരുപാട് വലിപ്പം കൂടുതലുള്ള ടോയ്ലറ്റിൽ പറ്റില്ല. നോർമലായിട്ട് വലിപ്പം കുറഞ്ഞ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളതില്ലേ, അങ്ങനത്തെ ടോയ്ലറ്റിൽ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അതാണ് അവൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അവൾ അതിലോട്ട് മാറി ബാത്റൂമിലാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ മൂത്രം ഒഴിക്കുന്നതും അല്ലെങ്കിൽ അപ്പിയിടുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അപ്പം അങ്ങനത്തെ വാങ്ങിക്കാം. അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ വാങ്ങിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. ഈ രണ്ടെണ്ണത്തിൻ്റെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് കുഞ്ഞുങ്ങളെ അതിലേക്ക് ട്രെയിൻ ചെയ്യിച്ചെടുക്കാം. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ കളിയാക്കുന്നവർ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അവർക്ക് അത്രയും വിവരമുള്ളൂ. കുഞ്ഞുങ്ങളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കളിയാക്കുന്നെങ്കിൽ അവർക്ക് അത്രയും വിവരമുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ നമുക്ക് ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.